ഈ വീഡിയോയിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വാർത്തകൾ വരുന്നത്. അതിനകത്ത് ഇന്ത്യ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ക്വാഡുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ മേഖലയിൽ ഇന്ത്യ കുറച്ചുകൂടെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കണം എന്നാണ് അമേരിക്കയുടെ സൈഡിൽ നിന്നുള്ള നിർദ്ദേശം. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇപ്പം മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് ഫുൾ ആൻഡ് ഫുൾ എൻഗേജ്ഡ് ആണ്. അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ യൂറോപ്പ് മേഖലയിലും ഫുള്ളി എൻഗേജ്ഡ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ചൈന ഇവിടെ നല്ല രീതിയിൽ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തുന്നുണ്ട്. അതായത് അമേരിക്ക രണ്ട് സൈഡിൽ എൻഗേജ്ഡ് ആയതുകൊണ്ട് തന്നെ ചൈന അവരുടെ ചില നീക്കങ്ങൾ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ ഭാഗത്ത് കുറച്ച് അഗ്രസീവായിട്ട് വരുന്നത് പോലെയുള്ള അവരുടെ ഇന്റലിജൻസിന്റെ ഒരു ഇൻഫർമേഷൻ ആ രീതിയിലാണ് മുന്നോട്ട് വെക്കുന്നത് കാര്യങ്ങൾ. ഇന്ത്യക്ക് വേണ്ടിയിട്ട് തന്നെ DAC ഡിഫൻസ് അക്വിസിഷൻസ് കൗൺസിൽ എന്ന് പറയും. അപ്പൊ അവര് ഒരു 250 ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽസ് ഇന്ത്യക്ക് വേണ്ടി മാത്രം, ഇന്ത്യയുടെ ഡിഫൻസ് കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇത് ഇന്ത്യക്കുള്ളിലാണല്ലോ ഇതിന്റെ മാനുഫാക്ചറിങ്. അപ്പൊ അതിന്റെ റവന്യൂ ഇന്ത്യക്കുള്ളിൽ തന്നെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ പണ്ടാണെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇപ്പൊ ഇന്ത്യക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില മേഖലകളാണ്. ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഓർഡർ നൽകിയിരിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ മോദി ഏപ്രിൽ 2 മുതൽ 4 തായ്ലാന്റ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അത് ആസിയാൻ കൺട്രീസിന്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അവിടെ തായ്ലാന്റിൽ ഒരു മീറ്റപ്പ് നടക്കുന്നുണ്ട്. BMISTEC എന്നാണ് അതിന്റെ ഒരു പേര്. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ, നീണ്ടൊരു പേരാണ്. അപ്പൊ ഈ ഒരു മീറ്റപ്പ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ആസിയാൻ കൺട്രീസ് ഉൾപ്പെടെയുള്ള ഈസ്റ്റ് ഏഷ്യൻ ട്രേഡ്, ടെക്നോളജി ഉൾപ്പെടെയുള്ള പല മേഖലകളാണ് ഇതിനകത്ത് എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിലും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈം മിനിസ്റ്റർ മോദി പോകുന്നത്. കാര്യം ഈസ്റ്റ് ഏഷ്യൻ മേഖലയുമായിട്ട് കൂടുതൽ ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പുറകിൽ വേറെ കാര്യമുണ്ട്. അത് ഫിലിപ്പൈൻസുമായിട്ട് ബന്ധപ്പെട്ട്, ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. കാരണം അത് കുറച്ചുകൂടെ ബ്രീഫായിട്ട് നോക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇപ്പൊ നമ്മൾ ട്രേഡ് വോളിയം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ അമേരിക്കയിൽ നിന്നും താരിഫും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ വരുന്ന സ്ഥിതിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റുള്ള രാജ്യങ്ങൾ ഇതര മാർക്കറ്റൊക്കെ നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എവിടെയൊക്കെ ട്രേഡ് ഫെസ്റ്റ് ഒക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ പങ്കെടുക്കുകയാണ്. തായ്ലാന്റിൽ ബാങ്കോക്കിൽ വെച്ചിട്ടാണ് ഈ ഒരു മീറ്റപ്പ് നടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ BIMSTEC എന്ന് പറഞ്ഞ ഈ ഒരു മീറ്റപ്പിൽ, ഈ ഒരു സംഘടനയുടെ മീറ്റപ്പ് ഏതാണ്ട് 4.7 ട്രില്യൺ എക്കോണമി GDP ഉണ്ട്. ഏത് ഈ ഒരു കൂട്ടായ്മയിലുള്ള കൺട്രീസിന്റെ മാത്രം ഈ ഒരു ഈസ്റ്റ് ഏഷ്യൻ സൈഡിൽ നടക്കുന്ന ഈ ഒരു ട്രേഡ് വോളിയമാണ് പറഞ്ഞത് 4.7 ട്രില്യൺ എന്ന് പറയുന്നത്. അത് അത്ര ചെറുതായിട്ട് കാണേണ്ട ഒരു നമ്പർ അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് അതിനകത്ത് എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വിശദമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ട്രേഡ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനും ഇന്ത്യയുടെ വ്യാപാര മേഖല ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു സന്ദർശനം നമ്മൾ കണക്കാക്കേണ്ടത്. ഈ ഒരു മീറ്റപ്പില് ബംഗ്ലാദേശിന്റെ താൽക്കാലിക ഭരണാധികാരിയായിട്ടുള്ള യൂനസ്, ഒരു ചീഫ് അഡ്വൈസർ ആയിട്ടുള്ള യൂനസും കൂടെ പങ്കെടുക്കുന്നതായിരിക്കും. അവിടെ വെച്ച് പ്രൈം മിനിസ്റ്റർ മോദിയെ മീറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ ഫാർ നോ എന്നാണ്. എല്ലാവരെയും ഗ്രൂപ്പിൽ കാണുന്ന ഒരു അവസ്ഥയിൽ പുള്ളിയും കൂടെ കാണുമായിരിക്കും. അല്ലാതെ ഒരു സ്പെഷ്യൽ സിറ്റിംഗ് മീറ്റിംഗ് ഇതുവരെ പ്രപ്പോസ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. യൂനസിനെ അങ്ങനെ പ്രത്യേകിച്ച് കാണേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ യൂനസിന് ചിലപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ കാണേണ്ട ആവശ്യമുണ്ടാകും. കാര്യം ലാസ്റ്റ് വീക്ക് തുൾസി ഗബാർഡ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന സമയത്ത്, തുൾസി ഗബാർഡ് അറിയാലോ, അമേരിക്കയിലെ ഇന്റലിജൻസിന്റെ ചീഫാണ്. അമേരിക്കൻ ഇന്റലിജൻസ് CIA സെൻട്രൽ ഇന്റലിജൻസ് യൂണിറ്റിന്റെ ചീഫാണ് തുൾസി ഗബാർഡ്. ഈവൻ FBI ഡയറക്ടർ ആയിട്ടുള്ള കാഷ് പട്ടേൽ വരെ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ തുൾസി ഗബാർഡിന്റെ അടുത്താണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് അതിന്റെ ഒരു സെറ്റപ്പ്. അപ്പൊ അവർ ഇന്ത്യ വിസിറ്റ് ചെയ്തിരുന്ന സാഹചര്യത്തിൽ അവർ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ ഒരു മൈനോറിറ്റി അട്രോസിറ്റീസിനെതിരെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഗണ്ണിച്ചുകൊണ്ട് ബംഗ്ലാദേശും പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ബംഗ്ലാദേശ് പ്രതികരിച്ചിരുന്നത് യൂനസ് തന്നെയാണ് പ്രതികരിച്ചത്. ബംഗ്ലാദേശിന്റെ ഗ്രാസ് റൂട്ടിലുള്ള ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെ ഇങ്ങനെയൊന്നും പറയരുത് എന്നുള്ള രീതിയിൽ ഒരു ബ്ലെയിം ആയിട്ടാണ് ഇതിനെ പ്രതികരിച്ചത്. പക്ഷെ അതിനുള്ള മറുപടി വൈകാതെ തന്നെ വരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതിനെ തടയുന്ന രീതിയിൽ എന്തെങ്കിലും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അടുത്ത് സംസാരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ ചില മാർഗങ്ങൾ യൂനസ് തേടിയേക്കാം ഈ ഒരു മീറ്റപ്പിന്റെ ഇടയിൽ. പക്ഷെ അതിനുള്ള സാഹചര്യം ഇന്ത്യ ഒരുക്കുമെന്ന് തോന്നുന്നില്ല. ഫിലിപ്പൈൻസ് വീണ്ടും ബ്രഹ്മോസ് മിസൈലിന്റെ ഡീലുമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും ഒരു $375 ബില്യൺ വർത്ത് വരുന്ന ഒരു ഓർഡർ നമുക്ക് തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമായിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് പ്രാഥമികമായിട്ട്. കാരണം ഓൾറെഡി തന്നെ നമ്മളുടെ ബ്രഹ്മോസ് ഇതുവരെ ഓർഡർ ചെയ്തിരുന്ന എല്ലാ ബ്രഹ്മോസ് യൂണിറ്റുകളും തന്നെ നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുള്ളതാണ്. ഇത് ചൈനയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ ഒരു വിഷയത്തിൽ. പക്ഷെ നമ്മൾ ഫിലിപ്പൈൻസിന്റെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് പാർട്ട്ണറായിട്ട് മാറിയിരിക്കുകയാണ്. ഫിലിപ്പൈൻസിന്റെ ഈ ഓർഡർ ഇന്ത്യക്കുള്ളിൽ നല്ല രീതിയിൽ ഡിഫൻസ് മേഖലയിൽ ഒരു ഊർജം പകർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വാസ്തവം.
കാരണം ഇന്ത്യയുടെ ഡിഫൻസ് മേഖല ഏറ്റവും കൂടുതൽ വെസ്റ്റേൺ കൺട്രീസ്, യൂറോപ്പ് മേഖല ആയിക്കോട്ടെ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഒരു ഫോക്കസ് പോയിന്റ് ആയിട്ട് കാണുന്നത്, അതുപോലെ തന്നെ ചൈനയ്ക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാജ്യങ്ങളായിട്ടുള്ള ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ഒരു 10-13 രാജ്യങ്ങളോളം ഉണ്ട് അതിനകത്ത്, ഇൻക്ലൂഡിംഗ് ഫിലിപ്പൈൻസ് ഉൾപ്പെടെയാണ്. ഈ രാജ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് നോക്കി കാണുന്നത് ഇന്ത്യയാണ്. ഈ ഒരു മേഖലയിൽ ചൈനയ്ക്ക് പകരത്തിന് പകരം കൊടുക്കാനുള്ള ഒറ്റൊരു രാജ്യം എന്ന് പറഞ്ഞാൽ, അതിനെ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ, മിലിറ്ററി പരമായിട്ട് ഡിഫൻസ് മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മാത്രമാണ്. അതിനകത്ത് വേറെ ഒരു രാജ്യം അതിനകത്ത് പകരം വെക്കാനില്ല എന്നുള്ളതാണ്. വേറെ എല്ലാവരും ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ നക്കാപ്പിച്ച പൈസ മേടിച്ചുകൊണ്ട് ചൈനയ്ക്ക് ഒരു സൈഡിൽ സപ്പോർട്ടും കൊടുക്കണം, അതേപോലെ ഇന്ത്യയും ബാലൻസ് ചെയ്യണം. എന്നാൽ അവസാനം അത് എക്സ്പോസ്ഡ് ആവുകയും ചെയ്യും. ചൈന വന്നിട്ട് സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള സാമഗ്രികളൊക്കെ എഴുതി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഇങ്ങനെ ഡെഡ് ട്രാപ്പിൽ പെട്ട് കിടക്കുന്ന കുറെ രാജ്യങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ ദാരിദ്ര്യാവസ്ഥ കൊണ്ട് അവർ ചെയ്തു പോകുന്നതാണ്. അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ വരുന്ന ലീഡേഴ്സും കൂടെ ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതാണ്. കാര്യം ഈ ലീഡേഴ്സിന്റെ പോക്കറ്റ് വീർപ്പിക്കാനും ഇവർ പലപ്പോഴും ഈ ചൈനയുടെ കയ്യിൽ നിന്ന് പണം പറ്റുന്ന ഒരു അവസ്ഥയാണ് പല രാജ്യങ്ങളിൽ തന്നെ നമ്മൾ കണ്ടുവന്നിരിക്കുന്നത്. ശ്രീലങ്കയിലൊക്കെ രജപക്സെ ഫാമിലിയൊക്കെ ചെയ്തത് അതേ പരിപാടി തന്നെയാണ്. മാൾഡീവ്സിലായിക്കോട്ടെ എല്ലാ സ്ഥലങ്ങളിലും ഈ പരിപാടികൾ നടക്കുന്നുണ്ട്. നമ്മൾ നേപ്പാൾ ഫോർ എക്സാമ്പിൾ, പാകിസ്ഥാൻ എല്ലാം ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഈസ്റ്റ് ഏഷ്യൻ സൈഡിൽ കിടക്കുന്ന രാജ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നത്. കൂടാതെ ഫിലിപ്പൈൻസിൽ നിന്നൊരു ഇൻവൈറ്റ് ഇന്ത്യക്ക് വന്നിട്ടുണ്ട്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ സ്ക്വാഡ്, ഈ ക്വാഡ് ഉള്ളതുപോലെ തന്നെ സ്ക്വാഡ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. അതിനകത്ത് ജപ്പാൻ, ഓസ്ട്രേലിയ, ഫിലിപ്പൈൻസ്, സൗത്ത് കൊറിയ അങ്ങനത്തെ കുറച്ച് രാജ്യങ്ങളൊക്കെ ചേർന്നുകൊണ്ട് സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട്. ആ സ്ക്വാഡ് കൂട്ടായ്മയിൽ ഇന്ത്യയും കൂടെ മെമ്പർ ആവണം എന്നുള്ളൊരു ഇൻവൈറ്റ് ആണ് ഫിലിപ്പൈൻസിൽ നിന്ന് നമുക്ക് വന്നിരിക്കുന്നത്. ഇത് ഇന്ത്യ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ 90% ഇന്ത്യ ഇത് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ സ്ക്വാഡിൽ മെമ്പർ ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. കാര്യം ഈ ഒരു ഇൻവിറ്റേഷൻ ഫിലിപ്പൈൻസ് സ്വന്തമായിട്ട് നടത്തിയതല്ല, അമേരിക്കയുടെ ഒരു ഇൻട്രസ്റ്റും കൂടെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യക്ക് പ്രാധാന്യം നൽകുന്ന ചില പരിപാടികൾ അതിനകത്ത് അമേരിക്ക ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അമേരിക്ക മാത്രമല്ല, ഓസ്ട്രേലിയയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഫ്രാൻസ്, ഇന്ത്യ രണ്ടുപേരുടെയും ഡ്യുവൽ നേവൽ എക്സസൈസ് അതാണ് ചെയ്തത്. അത് ശരിക്കും ഫെബ്രുവരി 2nd വീക്കിൽ നമ്മുടെ ആർമി ചീഫ് ഉപേന്ദ്ര ദ്വിവേദി ഫ്രാൻസ് സന്ദർശിക്കുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളും കൂടെ ഒരു കമ്മിറ്റ്മെന്റ് എന്നുള്ള നിലയിൽ ഈ ഒരു ഡ്യുവൽ നേവി എക്സസൈസ് സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. ഡൊമിനിക് ഹെസ്ലർ ലിച്റ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യത്തിന്റെ ഫോറിൻ മിനിസ്റ്ററാണ്. പുള്ളി നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കറുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. TEPA എന്ന് പറഞ്ഞാൽ ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ്. ഇങ്ങനെ ഒരു അഗ്രിമെന്റിനെ കുറിച്ചാണ് വളരെ ഡീപ്പ് റൂട്ടിൽ ഡിസ്കസ് ചെയ്ത് സംസാരിച്ച് തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. അപ്പൊ ഇനി വൈകാതെ തന്നെ അവർ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ത്യയിൽ ഇതൊരു ഗ്ലോബൽ സബ്മിറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഈ ഒരു മീറ്റ്, സൈഡ് ലൈനിൽ വന്ന മീറ്റപ്പിലാണ് ഈ ഒരു മീറ്റിംഗ് സംഭവിച്ചത്. അപ്പൊ അതിൽ ഉരുത്തിരിഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ ഗവൺമെന്റ് കീൻ ടു ഫോക്കസ് ഓൺ എക്സ്പാൻഡിങ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എവിടെയൊക്കെ ട്രേഡിനുള്ള സാധ്യതയുണ്ടോ അവിടെയൊക്കെ ഇന്ത്യ നമ്മുടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് തന്നെയാണ് ഹാർഡ് വർക്ക് ഇടുന്നത്. ഇതൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ നാട്ടിലെ റെപ്രസെന്റേറ്റീവ്സ് പുറത്ത് പോയിട്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. കാര്യം ഇത് ഇറസ്പെക്റ്റീവ് ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടി, അതായത് ഏത് പൊളിറ്റിക്കൽ പാർട്ടി, ഇപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടി സെൻട്രലിൽ ഭരിച്ചാലും ഇങ്ങനെ ചില കീ റോളുകൾ വഹിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇപ്പൊ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ ആയിക്കോട്ടെ. ഇപ്പൊ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ എന്ന് പറഞ്ഞാൽ സുഷമ സ്വരാജ് ഉള്ള സമയത്ത് ആയിക്കോട്ടെ, അതിന് മുമ്പ് തന്നെ ആയിക്കോട്ടെ, വളരെ അതായത് ഈ ഫോറിൻ മിനിസ്ട്രിയിൽ വളരെ ബേസിക് റൂട്ടിൽ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗ്രോ ചെയ്ത് മുന്നോട്ട് പോയ ആളാണ് ജയശങ്കർ. ഈ ജയശങ്കർ എന്ന് പറഞ്ഞ വ്യക്തിയെ സജസ്റ്റ് ചെയ്തത് തന്നെ ഈ സുഷമ സ്വരാജ്. അവർക്ക് അസുഖബാധിതരായതിനു ശേഷം 2ാം മോദി മന്ത്രിസഭയിൽ അവർ പങ്കെടുക്കില്ല, അവർ ഇലക്ഷനിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. കാരണം അവർക്കറിയാം അവർക്ക് അസുഖമുണ്ടെന്നുള്ളത്. അപ്പൊ ഈ ഒരു ഫോറിൻ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സജഷൻ വന്ന സമയത്ത് ആരാണ് നെക്സ്റ്റ് ഫോറിൻ മിനിസ്ട്രി ഈ ഒരു വിഷയങ്ങൾ സുഷമ സ്വരാജിനെ പോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, സുഷമ സ്വരാജിനെ പോലെ ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ആളെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ സജസ്റ്റ് ചെയ്ത പേരാണ് ഈ ജയശങ്കർ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പൊ അവർക്ക് അത്ര കോൺഫിഡന്റ് ആണ്. ആ ഒരു കോൺഫിഡൻസിന്റെ മേളിലാണ് ജയശങ്കറിനൊക്കെ ഈ ഒരു പോസ്റ്റിംഗ് വരുന്നത്. അപ്പൊ അത്രത്തോളം എഫിഷ്യന്റ് ആണ് ആൾ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ പാർട്ടി വെച്ചിട്ടല്ല അളക്കേണ്ടത്. പാർട്ടി നമ്മളുടെ ഇന്ത്യയിൽ ഇലക്ഷൻ നടത്തി അവർ വിജയിച്ച് മുകളിൽ കസാരയിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ് അതോട് പിന്നെ പാർട്ടിയുടെ റോൾ അങ്ങ് തീരുകയാണ്. പിന്നെ അവര് എല്ലാ ഇന്ത്യക്കാരുടെയും പ്രൈം മിനിസ്റ്ററും എല്ലാ ഇന്ത്യക്കാരുടെയും ഫോറിൻ മിനിസ്റ്ററും എല്ലാ ഇന്ത്യക്കാരെയും റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ അതിലുപരിയായിട്ട് നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഈ പാർട്ടി വിദ്വേഷം അത് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ ട്രേഡ് എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സകല മാർഗങ്ങളും ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കാര്യം മുൻനിർത്തിയാണ് ഇപ്പൊ ഈ ലിച്റ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞ ഈ ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയുമായിട്ട് സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വ്യാപാര കരാറും കൂടെ ഉറപ്പാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ജയശങ്കർ
ജോർജിയയുടെ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ജോർജിയയുടെ ഫോറിൻ മിനിസ്റ്റർ മക്ക ബോട്ട്കോരിഷ് വില്ലിയുമായിട്ടാണ് ചർച്ച നടത്തിയത്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ്, എഡ്യൂക്കേഷൻ, ടൂറിസം, ഈ 4 മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ചർച്ച നടത്തിയത്. അപ്പൊ എന്തായാലും ഇതിൽ പല വിഷയങ്ങളിലും ട്രേഡ് തന്നെയാണ് മെയിൻ ഫോക്കസ്. പിന്നെ അതിലുപരിയായിട്ട് മറ്റുള്ള രാജ്യങ്ങളുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ചുള്ള വിഷയങ്ങൾ, ഇന്ത്യക്ക് എന്താണോ അതിൽ ചെയ്യാൻ പറ്റുക അതിന്റെ അവൈലബിലിറ്റിയും കൂടെ അനുസരിച്ചുള്ള ഡിസ്കഷൻസ് ആണ് പല മേഖലകളിലും നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ കണ്ടുവരുന്നത്. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് നെതർലാൻഡിന്റെ ഫോറിൻ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള റൂബനുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ വളരെ ശക്തമായിട്ട് അവർക്ക് ഇന്ത്യയുടെ, അതായത് ഇപ്പൊ യൂറോപ്യൻ കൺട്രീസ് എല്ലാം തന്നെ ഇന്ത്യയെ ഒരു മെയിൻ ഫോക്കസ് പോയിന്റ് ആയിട്ടാണ് കണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത്. കാരണം അവരുടെ ഡിഫൻസ് മാനുഫാക്ചറിങ് യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്പെയർ പാർട്സുകൾ ഇന്ത്യക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ മേഖലയിലുള്ള രാജ്യങ്ങൾ, അതേപോലെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഇന്ത്യയാണ് കൂടുതൽ ട്രസ്റ്റിൽ എടുക്കുന്നത്. അതുകൊണ്ടാണ് ചൈനയുടെ ഭാഗത്ത് അവർ പോകാത്തത്. ചൈനയ്ക്ക് വല്ല ഇലക്ട്രോണിക്സോ മറ്റേ കളിപ്പാട്ടങ്ങൾ അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ അവർ പോകും. പക്ഷേ അതായത് അവരുടെ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ വരുന്ന ഇതുപോലത്തെ മാനുഫാക്ചറിങ്, ഡിഫൻസ് മാനുഫാക്ചറിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് ഇന്ത്യ തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ അങ്ങനെ നെതർലാൻഡ് ഇന്ത്യയുമായിട്ട് ഈ ഒരു മീറ്റിംഗ് നടത്തിയപ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടത് ഒറ്റൊരു ആവശ്യമാണ്. പാകിസ്ഥാനിന് ഈ നെതർലാൻഡ് കുറെ ആയുധങ്ങളൊക്കെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് പാകിസ്ഥാൻ ഒരു തീവ്രവാദ രാഷ്ട്രമാണ്, അവർക്ക് നിങ്ങൾ ഈ ഒരു ആയുധം സപ്ലൈ ചെയ്ത് നിർത്തണം. കാരണം നമ്മൾ ഡിഫൻസ് പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെയർ പാർട്സുകൾ മാനുഫാക്ചറിങ് ചെയ്ത് കൊടുത്ത് നെതർലാൻഡ് അവിടെ നിന്ന് ആയുധം ഉൽപ്പാദിപ്പിച്ച് ആ സാധനം പാകിസ്ഥാനിലേക്ക് പോയിട്ട് അതിനെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പൊ അത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ് പുള്ളി വ്യക്തമാക്കി കൊടുത്തത്. അപ്പൊ അതിന് ഏകദേശം ഒരു 80% പുള്ളി ഓക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷേ നെതർലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ബിസിനസ് മേഖലയായിരിക്കും ഈ ഒരു ആയുധം വിൽക്കുക, റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അത് പാകിസ്ഥാൻ ആയിക്കോട്ടെ, അവർ ഏത് രാജ്യത്തിനും വിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള എഗ്രിമെന്റ്സ് ഒക്കെ തയ്യാറാക്കിയിട്ടേ നെതർലാൻഡുമായിട്ടുള്ള ഡീലിംഗ്സ് ഒക്കെ മുന്നോട്ട് പോകൂ എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു വെച്ചത്. രൺധീർ സിംഗ് ജയ്സ്വാൾ നമ്മുടെ ഫോറിൻ മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ ആണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനെതിരെയാണ്. പാകിസ്ഥാൻ ഇനിയും ഈ കള്ളക്കളി തുടരാൻ പാടില്ല. നിങ്ങൾ ഇല്ലീഗലായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ഇന്ത്യയുടെ ഇന്റഗ്രൽ പാർട്ടായിട്ടുള്ള കശ്മീർ ഇന്ത്യക്ക് വിട്ടു നൽകിയിട്ട് സ്വയമേ പിൻവലിഞ്ഞു പോകുന്നത് നന്നായിരിക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞു വെക്കുന്നത്. ഇത് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി പലതവണയായിട്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ ഇത്തവണ പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം വേറെ ഒന്നുമില്ല, ഈ ബലൂചിസ്ഥാൻ അവിടെ ഏകദേശം ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടുത്തെ ആർമിയിൽ, പാകിസ്ഥാൻ ആർമിയിൽ കൂട്ടരാജി നടക്കുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് പല സെക്ടുകളിലുള്ള ആൾക്കാർ, അവിടുത്തെ സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സെക്ടുകളാണ്. സിന്ധ് ഉണ്ട്, ബലൂചിസ്ഥാന്റെ സിന്ധുണ്ട്, ബലൂചിസ്ഥാന്റെ ഖൈബർ പഖ്തൂണിലെ ആൾക്കാരുണ്ട്, അപ്പൊ ഇങ്ങനെ പഞ്ചാബുകളുണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് റെജീമാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഇങ്ങനെ പല റെജീമുകളിൽ നിന്നും ആൾക്കാർ സ്വമേധ രാജിവെച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏത് അവസ്ഥയിൽ പാകിസ്ഥാനെ എത്തിക്കുമെന്നുള്ളതിൽ ഇതുവരെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും ഈ ബലൂചിസ്ഥാന്റെ ഈ ഒരു വിഷയം ഒരുപാട് നാൾ മുന്നോട്ട് പോവില്ല എന്നുള്ളതാണ്. അതായത് ബലൂചിസ്ഥാൻ വൈകാതെ തന്നെ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറാനുള്ള സാധ്യത എല്ലാ തവണത്തെയും പോലെയല്ല, ഇപ്പം അതിന്റെ സാധ്യത വളരെ വളരെ കൂടുതലാണെന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത്. ഒരു 1972 ആവർത്തിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. വൈകാതെ നടക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും വെയിറ്റിംഗ് ഫോർ ദ ഗുഡ് ന്യൂസ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.